നേട്ടാ പോയിട്ട് വരാം. ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് 5-ാം മാസത്തെ അനോമലി സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി. 18-21 ആഴ്ചേൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ 21ാമത്തെ വീക്സിലാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത് സ്കാനിങ്ങിന് വേണ്ടിയിട്ട്. 3-ാം മാസത്തെ NT സ്കാനും അതേപോലെ തന്നെ ഡബിൾ മാർക്കർ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ടെസ്റ്റാണ് നമുക്ക് 5-ാം മാസത്തെ ടെസ്റ്റ് ഉള്ളത്. സ്കാനിങ്ങിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിനാണ് ഞങ്ങൾ. അങ്ങനെ റേഡിയോളജിയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. റേഡിയോളജിയിലാണ് അവരാണ് സ്കാൻ ചെയ്യുന്നത്, സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ്. നമ്മുടെ കുഞ്ഞിന് ശാരീരിക വൈകല്യങ്ങളുണ്ടോ, ഹാർട്ട് ഡിഫക്റ്റ്, അതേപോലെ തന്നെ ഓർഗൻസ് ഒക്കെ പ്രോപ്പറാണോ എന്നൊക്കെ ഡെവലപ്മെൻ്റ് ഒക്കെ പ്രോപ്പറാണോ അറിയാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ സ്കാനിങ് റൂമിലേക്ക് കയറി. നല്ല പേടിയുണ്ട്. കുഞ്ഞ് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മനസ്സുകൊണ്ടും എല്ലാം ഓക്കെ ആവുള്ളൂ. ദുബായിൽ നമുക്ക് കുട്ടിയുടെ ജെൻഡറൊക്കെ അറിയാൻ പറ്റും. നമ്മളെ ഇന്ത്യയുടെ അത് അലൗഡ് അല്ല. ഈ സ്കാനിങ്ങിൽ നമ്മളുടെ അമിനോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് പരിശോധിക്കാൻ പറ്റും. അതേപോലെ തന്നെ കുട്ടിയുടെ തല തൊട്ട് കാല് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവർ സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട്. പ്ലാസൻ്റയുടെ പൊസിഷൻ ഇതൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കും. USG ചെയ്യുമ്പോൾ കുട്ടി മൂവ് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇമേജ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കൊച്ചാണെങ്കിൽ ഭയങ്കര മൂവിങ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെയും റീചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഐസ്ക്രീമോ എന്തെങ്കിലും കഴിച്ച് ഇരിക്കാൻ പറഞ്ഞു. ആദ്യത്തെ 3 മാസം എനിക്ക് ഭയങ്കര സ്ട്രഗിളായിരുന്നു. ഭയങ്കര വയ്യായ്മയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഒരു 4-ാം മാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി. പക്ഷേ സ്കിന്നിൽ പല പിഗ്മെൻറ്റേഷനും പല മാറ്റങ്ങൾ കാണാൻ സാധിച്ചു. എല്ലാം ഈ പ്രഗ്നൻസിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങളാണ്. ഞങ്ങളിതാ തിരിച്ചെത്തി. സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കുറച്ചുകൂടെ കഴിക്കാൻ വിചാരിച്ചു. രാവിലെ ഞങ്ങൾ പെട്ടെന്ന് ഓടിപ്പോയത്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഹോസ്പിറ്റൽ വിശേഷങ്ങൾ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ജേണി നല്ലതുപോലെ ആവാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡുകളൊക്കെ നമ്മൾ നല്ല തന്നെ കഴിക്കാൻ ശ്രമിക്കുക. മയണൈസ്, ബർഗർ, ഷവർമ, ബേക്കറി ഐറ്റംസ്, കഫീൻ കണ്ടൻ്റ് ഉള്ളത്, സ്രാവ്, അയല, വലിയ വലിയ മീനുകളൊക്കെ നമ്മൾ അജിനോമോട്ടോ അടങ്ങിയ ഫുഡുകളൊക്കെ ഈ ഒരു പീരീഡിൽ അവോയ്ഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. നല്ല നല്ല ഫുഡുകൾ കഴിക്കുക. എല്ലാവരും ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. ഇന്നത്തെ ഈ ചെറിയ വ്ലോഗ് ഇവിടെ അവസാനിക്കാൻ. സീ യു ലേറ്റർ ഓൾ. പിന്നെ കുട്ടി വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം.